നമസ്തേ പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. That were benefited increased in 2020-21 to 43.36 lakhs. ആറ് തൂണുകളിലൂടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ്. സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ. കാർഷിക ആരോഗ്യ മേഖലകളെ നെഞ്ചോട് ചേർത്ത് സർക്കാർ. കാർഷിക വികസന സെസ് പ്രഖ്യാപിച്ചു. ആദായ നികുതിയിൽ മാറ്റമില്ല. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതം 41% വർദ്ധിപ്പിച്ചു. കേരളത്തിന് പ്രത്യേക പരിഗണന. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ബജറ്റിനെ സ്വാഗതം ചെയ്ത് UAE-ലെ പ്രവാസികൾ. Kerala at an investment of 65,000 crores, including 600 kilometer section of Mumbai-Kanyakumari corridor. കേരളത്തിന് കൈത്താങ്ങായി കേന്ദ്ര സർക്കാർ 1100 കിലോമീറ്റർ ദേശീയപാത കൂടി. 65,000 കോടി രൂപ അനുവദിച്ചു. കൊച്ചി മെട്രോ 11.5 കിലോമീറ്റർ കൂടി നീട്ടും. രണ്ടാം ഘട്ടത്തിന് 1957 കോടി. കൊച്ചി ഫിഷിംഗ് ഹാർബർ വാണിജ്യ ഹബ്ബാക്കും. ഷിപ്പ്യാർഡിനും ധനസഹായം. മധുര കൊല്ലം ദേശീയപാത, മുംബൈ കന്യാകുമാരി ഇടനാഴി പദ്ധതികൾ കേരളത്തിന് നേട്ടം. The number of wheat growing farmers that were benefited increased in 2020-21 to 43. കർഷക ക്ഷേമത്തിന് നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് നിർമ്മലാ സീതാരാമൻ. കാർഷിക മേഖലയ്ക്ക് 75,000 കോടി രൂപ, 16.5 ലക്ഷം കോടിയുടെ വായ്പ. താങ്ങുവില ഉറപ്പാക്കിയുള്ള വിള സംഭരണം തുടരും. ഗ്രാമീണ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 40,000 കോടി. ആദായ നികുതി നിരക്കുകളിലും സ്ലാബുകളിലും മാറ്റമില്ല. മുതിർന്ന പൗരന്മാർക്ക് ഇളവ്. പെൻഷൻകാർക്കും പലിശ വരുമാനമുള്ളവർക്കും പരിഗണന. പ്രവാസികൾക്കും ആശ്വാസം. ഇരട്ട നികുതി ഒഴിവാക്കി. കോർപ്പറേറ്റ് നികുതി കുറച്ചു. GST വ്യവസ്ഥകൾ ലഘൂകരിക്കും. സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ കുറച്ചു. സ്വർണത്തിന് വില കുറയും. ഇന്ധന വിലയിൽ മാറ്റമില്ല. Taking a holistic approach to health, we focus on strengthening 3 areas: preventive, curative and well-being. ആരോഗ്യമേഖലയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിഹിതം 2.23 ലക്ഷം കോടി രൂപ. 64,180 കോടി രൂപയുടെ PM സ്വാസ്ഥ്യ യോജന നടപ്പാക്കും. 2 കൊറോണ വാക്സിൻ കൂടി ഉടൻ. വാക്സിൻ വികസിപ്പിക്കുവാൻ 35,000 കോടി. വാക്സിൻ 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യും. റെയിൽവേക്ക് 2.11 ലക്ഷം കോടി രൂപയുടെ നീക്കിയിരിപ്പ്. സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ പ്രത്യേക പദ്ധതി. 2030 പുതിയ ദേശീയ റെയിൽ പദ്ധതി. ഗതാഗത രംഗത്തും വൻ കുതിച്ചുചാട്ടത്തിന് പദ്ധതികൾ. 18,000 കോടി വകയിരുത്തി. ഇന്ത്യയുടെ കൊറോണ വാക്സിൻ കുവൈറ്റിലും എത്തിയത്. തദ്ദേശീയമായി നിർമ്മിച്ച 2 ലക്ഷം ഡോസുകൾ. സ്വാഗതം ചെയ്ത് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കൊറോണ വ്യാപനം രൂക്ഷം. ധനവകുപ്പിന് കീഴിലെ ഡെവലപ്മെന്റ് ഹാൾ അടച്ചു. സംസ്ഥാനത്ത് ഇന്ന് 3,459 പേർക്ക് രോഗബാധ. വിവിധ രാജ്യങ്ങളിലേക്കുള്ള കൊറോണ വാക്സിൻ വിതരണം വേഗത്തിലാക്കുവാൻ ദുബായ്. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വാക്സിൻ ലോജിസ്റ്റിക് അലയൻസ് എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുക. എമിറേറ്റ്സ് സ്കൈ കാർഗോയിൽ വിവിധ ലോകരാജ്യങ്ങളിലേക്ക് UAE-യിൽ നിന്നുള്ള വാക്സിൻ ഉടനെത്തിക്കും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ രാജ്യങ്ങളിലേക്കുള്ള കൊറോണ വാക്സിൻ വിതരണം വേഗത്തിലാക്കുന്നത്. വാക്സിൻ വിതരണത്തിനുള്ള സുഗമമായ മാർഗം ഒരുക്കുന്നതിനുള്ള വാക്സിൻ ലോജിസ്റ്റിക് അലയൻസ് ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെയാണ് നടപ്പാക്കുക. 2021 200 കോടി ഡോസ് വാക്സിൻ വിതരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കോവാക്സ് പദ്ധതിയോട് ചേർന്നാണ് ഇത് നടപ്പാക്കുന്നത്. എമിറേറ്റ്സ് സ്കൈ കാർഗോയിൽ വിവിധ ലോകരാജ്യങ്ങളിലേക്ക് UAE-യിൽ നിന്നുള്ള വാക്സിൻ ഉടനെത്തിക്കും. അന്താരാഷ്ട്ര സർക്കാർ ഏജൻസികൾ, ഫാർമസികൾ, സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന ശൃംഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം വേഗത്തിലാക്കുക. വിവിധ ലോകരാജ്യങ്ങളിലേക്ക് വാക്സിൻ കയറ്റി അയക്കാനുള്ള ചരിത്ര ദൗത്യമാണ് ഇതെന്ന് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ജനം, ദുബായ്.
ബഹ്റൈനിൽ മീൻപിടുത്തക്കാരനെ ഖത്തർ കോസ്റ്റ് ഗാർഡ് അധികൃതർ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്നാണ് തെളിവെടുപ്പ് നടത്തിയത്. ബഹ്റൈൻ മീൻപിടുത്തക്കാർ സഞ്ചരിച്ചിരുന്ന ബോട്ട് ഖത്തർ സമുദ്രാതിർത്തി ലംഘിച്ചെന്ന പേരിൽ ഖത്തർ കോസ്റ്റ് ഗാർഡ് അധികൃതർ ആക്രമിക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ബാക്കിയുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നതാണ് കേസ്. മനഃപൂർവ്വമുള്ള കൊലപാതകമാണെന്നും അതിനാൽ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതോടൊപ്പം കൊലക്കുറ്റം ചുമത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ഖത്തർ കോടതിയിൽ പരാതി നൽകിയിരുന്നു. സമുദ്രാതിർത്തി ലംഘിച്ചതിനാൽ ബോട്ട് തടഞ്ഞുവെച്ചതായി ബഹ്റൈൻ കോസ്റ്റ് ഗാർഡ് അധികൃതർക്ക് ഖത്തർ കോസ്റ്റ് ഗാർഡ് വിവരം നൽകിയിരുന്നു. ഖത്തർ കോസ്റ്റ് ഗാർഡിന്റെ സുരക്ഷാ ബോട്ടും മീൻപിടുത്തക്കാരുടെ ബോട്ടും കൂട്ടിയിടിച്ച് മറിഞ്ഞതായതാണ് പ്രാഥമികമായി നൽകിയ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും സമുദ്രാതിർത്തി സംബന്ധിച്ച വിശദീകരണങ്ങളും ഖത്തർ അധികൃതർക്ക് നൽകുന്നതിനുള്ള നടപടി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചിരുന്നു. എന്നാൽ ബോട്ടിലുണ്ടായിരുന്നവരെ അപായപ്പെടുത്താൻ ഉദ്ദേശിച്ച് മനഃപൂർവ്വമാണ് കൂട്ടിയിടി ഉണ്ടാക്കിയതെന്ന് മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾ മൊഴി നൽകി. തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചിട്ടും ഖത്തർ അധികൃതർ അതിന് സന്നദ്ധമായില്ലെന്ന് പരിക്കേറ്റ മീൻപിടുത്തക്കാർ പറഞ്ഞു. ഇവരെ അറസ്റ്റ് ചെയ്യുകയും മോശമായി പെരുമാറുകയും ചെയ്തതായും ആരോപിച്ചു. സിവിൽ കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെ പകർപ്പ് ഖത്തർ അധികൃതർക്ക് കൈമാറാനും മീൻപിടുത്തക്കാരന്റെ മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടികളെ കുറിച്ച് വിശദീകരണം ആവശ്യപ്പെടാനും പബ്ലിക് പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ. സൗദിയിലെ മാളുകൾ, പൊതു യൂട്ടിലിറ്റികൾ, വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവയിൽ പ്രവേശിക്കുന്നതിന് എല്ലാ പൗരന്മാരും പ്രവാസികളും തവക്കൽന ആപ്പിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കി. എമീർ സൗദ് ബിൻ നൈഫിന്റെ തീരുമാനപ്രകാരമാണ് ഈ നിർദ്ദേശം. സൗദി അറേബ്യയിലെ മാളുകൾ, പൊതു യൂട്ടിലിറ്റികൾ, വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവയിൽ പ്രവേശിക്കുന്നതിന് എല്ലാ പൗരന്മാർക്കും പ്രവാസികൾക്കും തവക്കൽന ആപ്പിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കുന്നു. എമീർ രാജകുമാരൻ സൗദ് ബിൻ നൈഫിന്റെ നിർദ്ദേശപ്രകാരം കിഴക്കൻ പ്രവിശ്യയിലെ സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഓഫീസുകളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ആരോഗ്യസ്ഥിതി തെളിയിക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനമെങ്കിലും റിയാദ് ഉൾപ്പെടെ സൗദിയിലെ പല സ്ഥലങ്ങളിലെയും മാളുകളിൽ തവക്കൽന ആപ്പ് രജിസ്റ്റർ ചെയ്ത വിവരങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. തവക്കൽനയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് 2 ആഴ്ചയ്ക്കുള്ളിൽ സൗദി അറേബ്യയ്ക്ക് പുറത്ത് താമസിച്ചിട്ടുണ്ടോ, 2 ആഴ്ചയ്ക്കുള്ളിൽ കൊറോണ ബാധിതരുമായി ഇടപഴകിയിട്ടുണ്ടോ, ശക്തമായ പനി, ചുമ, ശ്വാസതടസ്സം എന്നിവയുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ കൂടാതെ നിലവിൽ താമസിക്കുന്ന ലൊക്കേഷനും നിർബന്ധമായും ചേർത്തിരിക്കണം. ഇതിനു മുമ്പ് രോഗബാധിതരായിരുന്നോ, വാക്സിനേഷൻ ലഭിച്ചതാണോ തുടങ്ങിയ വിവരങ്ങളും വാക്സിനേഷൻ കഴിഞ്ഞവർക്ക് ഹെൽത്ത് പാസ്പോർട്ടും തവക്കൽനയിൽ കാണാൻ കഴിയും. സൗദിയിൽ കൊറോണ വ്യാപനം വീണ്ടും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ടി വന്നേക്കുമെന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു. കനകലാൽ, ജനം, റിയാദ്. മ്യാൻമറിൽ അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്ത സൈന്യത്തിന് താക്കീതുമായി അമേരിക്ക. ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്നും പിന്മാറിയില്ല എങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും US പ്രതിരോധ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി. തടവിലാക്കിയ ഓങ് സാൻ സ്യൂചിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ള നേതാക്കളെ ഉടൻ മോചിപ്പിക്കണം എന്ന് അമേരിക്കയെ കൂടാതെ ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു. രാജ്യത്ത് 1 വർഷത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പട്ടാള നേതൃത്വം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനാണ് നടപടിയെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 1 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും സൈനിക നേതൃത്വം അറിയിച്ചു. നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഓങ് സാൻ സ്യൂചിയുടെ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി 476-ൽ 396 സീറ്റും നേടി ഉജ്ജ്വല ജയം നേടിയിരുന്നു. പട്ടാള നേതൃത്വം പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷത്തിന് 33 സീറ്റ് മാത്രമാണ് നേടാനായത്. തുടർന്നാണ് തെരഞ്ഞെടുപ്പിൽ തിരിമറി എന്ന ആരോപണവുമായി സൈന്യം രംഗത്ത് വന്നത്. കേന്ദ്ര ബജറ്റിനെ സ്വാഗതം ചെയ്ത് UAE-യിലെ പ്രവാസികൾ. ഇരട്ട നികുതി ഒഴിവാക്കാനും NRI-ക്കാർക്ക് ഇന്ത്യയിൽ ഏക ഉടമ സംരംഭം ആരംഭിക്കുവാനും നിർദ്ദേശം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രവാസികൾക്കായി ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനെ സ്വാഗതം ചെയ്ത് UAE-യിലെ പ്രവാസി വ്യവസായികളും സാമ്പത്തിക വിദഗ്ധരും സാധാരണക്കാരും. വികസനോന്മുഖമായ ബജറ്റാണ് ഇത്തവണത്തേതെന്ന് നാഷണൽ പെയിന്റ് സെയിൽസ് മാനേജർ VP ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. വികസനോന്മുഖമായ ഒരു ബജറ്റായിട്ടാണ് എനിക്കും പ്രത്യേകിച്ച് ബിസിനസ് കമ്മ്യൂണിറ്റിക്കും അനുഭവപ്പെടുന്നത്. ഇന്ത്യയുടെ ഈ വരുന്ന വർഷങ്ങളിൽ കോവിഡ് ബാധിച്ച് പുറകോട്ട് പോയ സാമ്പത്തിക വ്യവസ്ഥിതിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ധാരാളം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
പ്രത്യേകിച്ച് ആത്മനിർഭർ പദ്ധതി ഇന്ത്യയെ പല മേഖലകളിലും സ്വയം പര്യാപ്തമാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ബജറ്റും അതിനുവേണ്ടി വളരെ വലിയൊരു തുക തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. കേരളത്തിന് ബജറ്റിൽ ഇതുവരെ കിട്ടാത്ത പരിഗണനയാണ് ലഭിച്ചതെന്ന് പ്രമുഖ ധനകാര്യ വിദഗ്ധൻ KV ഷംസുദ്ദീൻ പറഞ്ഞു. ഒരു മലയാളി എന്ന നിലയ്ക്ക് ഇന്നത്തെ ബഡ്ജറ്റ് വളരെ സന്തോഷം നൽകുന്നതാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു ബഡ്ജറ്റിലും അലോക്കേറ്റ് ചെയ്യാത്ത അത്രയും വലിയ ഒരു സംഖ്യയാണ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ബഡ്ജറ്റിൽ നൽകിയിട്ടുള്ളത്. 1100 കിലോമീറ്റർ നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി 65,000 കോടിയും കൊച്ചിൻ മെട്രോയുടെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് 1957 കോടിയുമാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ വികസനത്തിന് വളരെയധികം സഹായിക്കുന്ന 2 പദ്ധതികളാണ്. ഇരട്ട നികുതി ഒഴിവാക്കിയതടക്കമുള്ള പ്രവാസികൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയതിന്റെ സന്തോഷത്തിലാണ് വർഷങ്ങളായി UAE-യിൽ പ്രവാസിയായി തുടരുന്ന മഹേഷ് പിള്ള. പ്രവാസികൾക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട്. അവർക്ക് ഇരട്ട നികുതിയിൽ നിന്ന് ഒഴിവ് ലഭിക്കുന്നു. സ്റ്റാർട്ടപ്പുകൾക്ക് സഹായകരമായിട്ട് 1 വർഷം കൂടി നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ MSME സ്കീമുകൾക്കും സഹായകരമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊണ്ടിട്ടുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്കുകളെ സഹായിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലുമുള്ള പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ബജറ്റാണ് ഇത്തവണത്തേതെന്ന അഭിപ്രായമാണ് പൊതുവിൽ ഉയരുന്നത്. ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്. ഇടവേള. കേരളത്തിന് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്രം. ദേശീയപാത വികസനത്തിന് 65,000 കോടി രൂപ അനുവദിച്ചു. കൊച്ചി മെട്രോയ്ക്ക് 1957 കോടിയും നീക്കിവച്ചിട്ടുണ്ട്. കൊച്ചി മത്സ്യബന്ധന തുറമുഖത്തെ വാണിജ്യ കേന്ദ്രമായി മാറ്റുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ആത്മനിർഭർ ഭാരത് എന്ന മന്ത്രം ഓർമ്മപ്പെടുത്തിയാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചതും. ആരോഗ്യ കാർഷിക മേഖലയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങളുണ്ടായി. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് 64,180 കോടി, കോവിഡ് വാക്സിന്റെ വിതരണത്തിനും ഗവേഷണത്തിനും 35,000 കോടിയും നീക്കിവെച്ചു. Taking a holistic approach to health, we focus on strengthening 3 areas: preventive, curative, and well-being. Health systems. A new centrally sponsored scheme, PM Atmanirbhar Swasth Bharat Yojana, will be launched with an outlay of about 64,180 crores over 6 years. This will develop capacities of primary, secondary and tertiary care health systems, strengthen existing national institutions and create new institutions to cater to detection and cure of new and emerging diseases. കർഷകരുടെ ക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമൻ 75,160 കോടിയാണ് അനുവദിച്ചത്. താങ്ങുവിലയ്ക്ക് 1.72 ലക്ഷം കോടിയും കാർഷിക വായ്പയ്ക്ക് 16.5 ലക്ഷം കോടിയും നൽകും. Again, an important data for paddy. The amount paid in 2013-14 was 63,928 crores. In 2019-20, this increased to 1,41,930 crores. Even better, in 2020-21, this is further estimated, and I'm saying this is further estimated because the procurement is ongoing and therefore I can't give you the final figure. This is further estimated to increase to 1,72,752 crores. The number of farmers benefited increased from 1.24 crores in 2019-20 to 1.54 crores in 2020-21. 2024 മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം ഉറപ്പാക്കുന്ന ജലജീവൻ മിഷന് 2.87 കോടി, സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്ന ഉജ്ജ്വല യോജനയിലേക്ക് 1 കോടി കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തും. സിറ്റി ഗ്യാസ് പദ്ധതിയിൽ 100 ജില്ലകൾ കൂടി ചേർക്കും. ഇൻഷുറൻസ് മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന സർക്കാർ വിദേശ നിക്ഷേപ പരിധി 49% നിന്ന് 74 ഉയർത്തി.
വൈദ്യുതി വിതരണത്തിന് ഒന്നിലധികം കമ്പനികളുടെ സേവനവും ഉറപ്പാക്കും. ഗ്രാമീണ വികസനത്തിന് 40,000 കോടിയും സ്വച്ഛ് ഭാരതിന് 1.42 ലക്ഷവും ശുദ്ധവായു ഉറപ്പാക്കാൻ 42 നഗരങ്ങൾക്ക് 2,217 കോടിയും പ്രഖ്യാപിച്ചു. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ ഇതാദ്യമായി കേന്ദ്ര സർവകലാശാല എത്തുകയാണ്. ജമ്മു കശ്മീരിന് ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയും അനുവദിച്ചു. പുതിയ 100 സൈനിക സ്കൂളുകൾ തുറക്കും. ഈ വർഷത്തെ സെൻസസ് ചരിത്രത്തിൽ ഇതാദ്യമായി ഡിജിറ്റലായിരിക്കുമെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഇതിനായി 3,726 കോടി നീക്കിവെക്കും. A gas pipeline project will be taken up in the Union Territory of Jammu and Kashmir. The forthcoming census could be the first digital census in the history of India. ബാങ്കുകളുടെ മൂലധനം ഉയർത്താൻ 20,000 കോടി അനുവദിച്ച സർക്കാർ 2 ബാങ്കുകൾ ദേശസാൽക്കരിക്കും. ഗവേഷണ പദ്ധതികൾക്കായി 50,000 കോടിയും നീക്കിവെച്ചിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം 20 വർഷവും വാണിജ്യ വാഹനങ്ങളുടെ കാലാവധി 15 വർഷവുമാക്കി. സർക്കാർ ബസ്സുകൾക്കായി 18,000 കോടി. അതേസമയം ആദായ നികുതി നിരക്കുകളിലും സ്ലാബുകളിലും മാറ്റമില്ല. എന്നാൽ പെൻഷൻ വരുമാനം മാത്രമുള്ള 75 വയസ്സിന് മുകളിലുള്ളവർക്ക് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതില്ല. എന്തായാലും നവഭാരതത്തിലേക്കുള്ള കുതിപ്പിന് ഊർജം പകരുന്നതായിരുന്നു 1 മണിക്കൂറും 55 മിനിറ്റും നീണ്ട നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം. ജനം, ഡൽഹി. കേരളത്തിന് വലിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉള്ളത്. ദേശീയപാത വികസനത്തിന് 65,000 കോടി രൂപ അനുവദിച്ചു. കൊച്ചി മെട്രോയ്ക്ക് 1,957 കോടിയും നീക്കിവെച്ചു. കൊച്ചി മത്സ്യബന്ധന തുറമുഖത്തെ വാണിജ്യ കേന്ദ്രമായി മാറ്റുമെന്നും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. State of Kerala at an investment of 65,000 crores, including 600 kilometer section of Mumbai-Kanyakumari corridor in Kerala. മഹാപ്രളയത്തിലും കൊറോണയിലും സംസ്ഥാനത്തിന് താങ്ങായി നിന്ന കേന്ദ്രം ഒരിക്കൽ കൂടി കേരളത്തെ പരിഗണിക്കുകയാണ്. സംസ്ഥാനത്തെ 1,100 കിലോമീറ്റർ ദേശീയപാത വികസനത്തിനാണ് 65,000 കോടി അനുവദിച്ചത്. ഇതിൽ 600 കിലോമീറ്റർ മുംബൈ കന്യാകുമാരി ഇടനാഴിയും ഉൾപ്പെടുന്നു. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിനായി 1,957 കോടി രൂപ നൽകും. 11.5 കിലോമീറ്റർ കൂടി മെട്രോ വികസിപ്പിക്കാനാണ് നീക്കം. കൂടാതെ കൊച്ചിയിലെ മത്സ്യബന്ധന തുറമുഖം വാണിജ്യ കേന്ദ്രമാക്കി ഉയർത്താനും ബജറ്റിൽ തുക നീക്കിവെച്ചു. കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളെ വാണിജ്യ വ്യവസായ ശക്തി കേന്ദ്രമായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈ ബജറ്റ് भारत के कोस्टल स्टेट्स जैसे तमिलनाडु, केरल, पश्चिम बंगाल, इनको एक बिजनेस पावर हाउस बनाने की दिशा में एक बड़ा कदम उठाए. കേരളത്തിലെ യുവാക്കൾക്ക് പ്രതീക്ഷയും ഊന്നലും നൽകുന്നതാണ് ബജറ്റ് എന്നായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന ചെറുപ്പക്കാർ, കഴിവുള്ളവർ, സ്റ്റാർട്ടപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ള യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ആ യുവാക്കൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അടുത്ത തലമുറയ്ക്ക് എങ്ങനെ അവരുടെ ജീവിതം ഭദ്രമാക്കാം, അവരുടെ സാധ്യതകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം, അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിന്തുണ നൽകുന്ന, അതിനവരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ബജറ്റ്, അങ്ങനെ ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജനം, ഡൽഹി. കേന്ദ്ര ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കായി ഇത്തവണ വകയിരുത്തിയത് 4.78 ലക്ഷം കോടി രൂപ. കഴിഞ്ഞ വർഷം 4.71 ലക്ഷം കോടിയാണ് പ്രതിരോധ മേഖലയ്ക്കായി ബജറ്റ് നീക്കിവെച്ചിരുന്നത്. 7.4% വർധനവ് ആണ് ഇത്തവണ പ്രതിരോധ മേഖലയ്ക്ക് ലഭിച്ചത്. ആയുധ നവീകരണത്തിന് അനുവദിച്ച തുകയിൽ 18% വർധനവുണ്ട്. 2021-22 സാമ്പത്തിക വർഷത്തേക്ക് 1,30,60 കോടി രൂപയായിട്ടാണ് തുക ഉയർന്നത്. കഴിഞ്ഞ തവണ ഇത് 1,13,734 കോടി രൂപയായിരുന്നു. നിരവധി പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാൻ സൈന്യം തയ്യാറെടുക്കുകയാണ്. ഇതിനായി ഓർഡറുകളും നൽകിയിട്ടുണ്ട്. മിസൈലുകൾ, വെടിക്കോപ്പുകൾ, സൈനിക വസ്ത്രങ്ങൾ, വാഹനങ്ങൾ എന്നിവയാണ് ഇതിലുള്ളത്. പ്രധാനമായും ലഡാക്കിലെ സൈനികർക്കാണ് ഇത് എത്തിച്ചു കൊടുക്കേണ്ടത്. കേന്ദ്ര ബജറ്റ് ആത്മനിർഭർ ഭാരതത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണെന്നും പ്രതിരോധ മേഖലയ്ക്ക് നൽകിയ ഊന്നൽ ശത്രു രാജ്യങ്ങളുടെ ഭീഷണി നേരിടുന്നതിന് പ്രാപ്തമാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു.
लोगों को उम्मीद नहीं थी कि इस प्रकार का बजट पेश होगा, क्योंकि इसके पहले भी 5 मिनी बजट एक प्रकार से सरकार के द्वारा पेश किए जा चुके हैं। कई पैकेज की घोषणा हुई है, जिसमें एक आत्मनिर्भर भारत का भी पैकेज महत्वपूर्ण है। तो मैं समझता हूं कि यह बहुत ही ये शानदार बजट है और इसकी जितनी भी प्रशंसा की जाए वह कम है। ചൈനയുമായുള്ള അതിർത്തി സംഘർഷം നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിരോധ മേഖലയ്ക്കായി ഇത്രയും തുക ധനകാര്യ മന്ത്രാലയം ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനം. പ്രവാസി ദിനം പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം പ്രവാസികൾ പറയട്ടെ കാണാം. നമസ്തേ.